ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പാസ്റ്റർ അനിൽ കോട്ടത്തോട്ടം പറഞ്ഞ ത്രിയേക ദൈവത്തെ, അല്ലെങ്കിൽ മൂന്ന് ദൈവങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികൾ കൂടുന്ന ദൈവത്തെ ഒന്നാക്കുന്ന പ്രക്രിയയുമായി അദ്ദേഹം വീണ്ടും ഒരു പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിന്റെ രണ്ടാം ഭാഗമാണ്. തുടർന്നുള്ള വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. Three hypostases in one ousia, OUSIA, ഉസ്യ. അതിൻ്റെ അർത്ഥം സാരാംശം, ഗ്രീക്ക് വേർഡ് അതാണ്. അപ്പോൾ വൺ ഒസിയ, ത്രീ ഹൈപ്പോസ്റ്റാസിസ്, മൂന്ന് ഹൈപ്പോസ്റ്റാസിസ് ഒരു സാരാംശത്തിൽ നിൽക്കുന്നു. അങ്ങനെയാണ് ട്രിനിറ്റിയെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റലായ ഫെയ്ത്ത്. അതിന് വിപരീതമായ ഫെയ്ത്ത് ഒന്നും ട്രിനിറ്റിയുടെ അല്ല. ഇതിനിടയ്ക്ക് ചിലതരം വാദങ്ങൾ ഉയരാറുണ്ട്. അതെന്താണെന്ന് അറിയില്ലേ? യേശുവിനെ കുറിച്ചുള്ള ചില പരാമർശം ഞാനോർത്ത് നിങ്ങൾ ആരെങ്കിലും ചില പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. ആരാണ് ക്രിസ്തു എന്നതിന് അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതൻ, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരമുള്ളതായി. അപ്പോൾ ക്രിസ്തു ആരാണ്? ആദ്യ ജാതൻ. അപ്പോൾ ക്രിസ്തുവിനൊരു ആരംഭം ഉണ്ടെന്ന് തോന്നിപ്പോവും. ക്രിസ്തു ആദ്യജാതൻ. കപട സാക്ഷികളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നൊരു കാര്യം, ഹോളി സ്പിരിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊന്ന് തീർക്കാം. ക്രിസ്തു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു സൃഷ്ടിയാണെന്നാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി. കർത്താവ് സൃഷ്ടിയാണ്. അതാണ് അവരുടെ വാദം. കർത്താവ് സൃഷ്ടിയാണോ? യേശു സൃഷ്ടിയാണോ? അല്ല. ഇപ്പം സൃഷ്ടിയാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിന് അവരുപയോഗിക്കുന്ന ഒരു വേദഭാഗം ഞാൻ തരാം. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 22 മുതലുള്ള ഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കാം. സദൃശം 8:22. ഇത് യേശു ആണ് എന്നൊരു സങ്കല്പത്തിൽ കേട്ടോണേ. വായിച്ചു. മതി. ഇത് ഏതാണ്ട് യേശുവിന് ശരിയല്ലേ? ശരിയല്ലേ? ഇതാണ് യഹോവ സാക്ഷികൾ നമ്മളടുത്ത് തന്നിട്ട് പറയും, യഹോവയുടെ ആദ്യത്തെ സൃഷ്ടിയാണ് യേശു. നമ്മുടെ ആൾക്കാരിത് കേട്ടാൽ വീണുപോകും. കാരണം ഇതെല്ലാം ചേർന്ന് വരുന്നുണ്ട്. അപ്പം നമ്മളവിടെ ആ വാദം മുഴുവൻ ഒറ്റയടിക്ക് പോകും. സാദൃശ്യവാക്യം 8-ന്റെ 1-ാം വാക്യം വായിച്ചിട്ട്. അപ്പം ഇതാരാ നറേറ്റർ? ആരാണ് ഇതിൽ നറേറ്റ് ചെയ്യുന്ന? ആരാണ്? ജ്ഞാനമായവൾ. ജ്ഞാനത്തെ ഒരു സ്ത്രീയോട്, ഒരു പെൺകുട്ടിയോട് ഉപമിച്ചിട്ട്. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറയുന്നു ഹൈപ്പോസ്റ്റാറ്റിക് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 3 പേരുണ്ടെന്നും 3 വ്യക്തികൾ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. വീഡിയോകൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം വ്യക്തികളാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്.
കാരണം വ്യക്തിയായിട്ടൊക്കെ നമുക്ക് കാണാവുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ വ്യക്തിയായിട്ട് ഒരിടത്തും ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ ദൈവത്തിനകത്ത് വ്യക്തികൾ ഉള്ളതായിട്ട് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോഴും, അതുപോലെ തന്നെ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോഴും ഒരു വ്യക്തിയെ അവിടെ കാണാനില്ല, വ്യക്തികളെയും കാണാനില്ല, അല്ലെ? അതിന് ഏറ്റവും ഉദാഹരണം അദ്ദേഹം പഠിപ്പിക്കുന്ന 28:19 അപ്പൊ 28:19 അതിന് ഉദാഹരണമെങ്കിൽ അതിനകത്ത് നാമങ്ങൾ എന്ന് വന്നതിന് വരുന്നത് അദ്ദേഹം പറയുന്നത് വ്യക്തികളാണ്. ഇവിടെ എന്റെ കൂടെ വേറെ 2 പേരൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ എന്താണ് പറയുക, വ്യക്തികൾ എന്ന് പറഞ്ഞതിനെ വരുന്നു. ഇത് ഒരു വ്യക്തിയേ ഉള്ളൂ, ഒരാളെ ഉള്ളൂ, വേറൊരാളില്ല. ദൈവം ഒരുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥന് ഒരുവനാണ്, വേറെ ആരുമില്ല. ആ ദൈവം തന്നെയാണ് മധ്യസ്ഥനായിരിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സാരാംശം, അല്ലെ, സാരാംശം ഇവിടെ നിന്ന് നിക്കിയെന്ന് വന്നതാണ്. അപ്പൊ അതിനിടയ്ക്ക് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റാന്റിനോസ് ചക്രവർത്തിയുടെ കാര്യവും അദ്ദേഹത്തിന്റെ പെങ്ങളും മുഖാന്തരം സ്വാധീനിച്ചതും എന്തൊക്കെയോ വലിയ കഥകളാണ് പറയുന്നത്. തത്വജ്ഞാനം, അല്ലെ, തിയറിറ്റിക്കലി അറിയാമായിരുന്നെങ്കിൽ പാവം പത്രോസിനെ ഒന്ന് നമ്മൾ നോക്കേണ്ടതാണ്. മീൻ പിടിക്കാനായിട്ട് പോയ പത്രോസിനെ കർത്താവായ യേശു ക്രിസ്തുവാണ് അവനെ ശിഷ്യനായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നവൻ അപ്പോസ്തലനായി മാറിയതും പിൽക്കാലത്ത്, അല്ലെ? അപ്പം അവരെ നോക്കിയിട്ട് യഹൂദന്മാർ പറയുന്നത് എന്താണ്? പഠിപ്പില്ലാത്തവരാണ്. ഈ പഠിപ്പുള്ളവർക്കാണ് ഈ തിയറി വേണ്ടത്, അല്ലേ? അതുപോലും മനസ്സിലാക്കുവാനുള്ള എന്താ പറയുക, പണ്ഡിതനായ അനിൽക്കൊടിത്തോട്ടം പാഷയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. തിയററ്റിക്കലി ചിന്തിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരെ നോക്കുമ്പോൾ യഹൂദന്മാർക്ക് തോന്നുന്ന ഒരു കാഴ്ച എന്താണ്? തീരെ പഠിപ്പില്ലാത്തവർ, അല്ലെ? അവർ തിയററ്റിക്കലി ഒന്നും പഠിച്ചിട്ടല്ല. ദൈവവചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർ ഈ പ്രവൃത്തിയെല്ലാം ചെയ്തതെന്ന് അവരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അദ്ദേഹം തിയറികളുടെ കൂട്ട് പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തിയറിയുടെ മറ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു യഥാർത്ഥ അപ്പോസ്തലനോ യഥാർത്ഥ പണ്ഡിതനോ ആണോ? അല്ല. അതിനുള്ള യാതൊരുവിധ വ്യാഖ്യാനങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അത് ആരോ പറഞ്ഞ ഏതോ പാഷാണ്ഡത കൊണ്ടുവന്നിട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് ഇതാണ് യഥാർത്ഥ സത്യമെന്നും അവിടെ വ്യക്തികളായിട്ട് നിൽക്കുന്ന കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ആരാണ്? പണ്ഡിതനാണ്. കാരണം ഇതിനകത്ത് എല്ലാ ജ്ഞാനവും നേടിയ അത് ശരിക്കും നല്ലതാണ്. ഡോക്ടറേറ്റ് ഒക്കെ നേടുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ ലോകത്ത് ഇഷ്ടംപോലെ ഡോക്ടറേറ്റുകളുണ്ട്. അപ്പം ആ ഡോക്ടറേറ്റ് ഒക്കെ ദൈവത്തിന് മുമ്പിൽ എന്താണ്? ഈ ലോകത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്ന ദൈവത്തിന് മുമ്പിൽ പോഷ്കാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് നേടുമ്പോൾ നേടാനുള്ള കാര്യങ്ങളൊക്കെ നേടുക, അതിനൊന്നും ആരും തടസ്സം പറയുന്നില്ല. പക്ഷെ ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവും അവയ്ക്കില്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് കർത്താവ് അങ്ങനെ എഴുതിപ്പിച്ചിരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാനായിട്ട് പ്രിയ അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരൊന്നും തിയററ്റിക്കലി അല്ല അവർ പഠിപ്പിച്ചത്. അവർ ദൈവാത്മാവിനാലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളല്ല. അവർ ദൈവാത്മാവിൽ നടക്കുന്നു, ദൈവാത്മാവിൽ ചരിക്കുന്നു, ദൈവാത്മാവിന്റെ പ്രവർത്തനം അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലേ? മുടന്തനായ ഒരു മനുഷ്യൻ, അല്ലേ, എനിക്ക് വല്ലതും തരണമേ എന്ന് പറഞ്ഞപ്പോ വെള്ളിയും പൊന്നും ഒന്നുമില്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറഞ്ഞ ആ മുടന്തനെ നമ്മൾ മുടന്തന് കിട്ടിയ ആ ഒരു ഉത്തരം, ആരിൽ നിന്ന്? അപ്പോസ്തലന്മാരിൽ നിന്ന് കിട്ടിയ ഉത്തരം, അല്ലേ? അവിടെ തിയറിറ്റിക്കലില്ല, ഈ ലോകത്തിന്റെ ജ്ഞാനമില്ല. ആകെ അറിയാവുന്ന ഒരാളെ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ, യേശു ക്രിസ്തുവിനെ മാത്രം, രക്ഷകനായ കർത്താവിനെ മാത്രം. അപ്പൊ തിയറിറ്റിക്കലുമില്ല, നിക്കിയുമില്ല, ട്രിനിറ്റിയുമില്ല, ട്രിനിറ്റേറിയനുമില്ല. അവിടെ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു വസ്തുതയാണ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഏകജാതനും ആദിജാതനും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ എന്താണ് ഏകജാതനെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ ഏകപുത്രനാണെന്നല്ലേ, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏകപുത്രൻ എന്നൊക്കെ നിക്കിയയിലും പറയാറുണ്ട്. അതായത് യേശു ഏകജാതൻ എന്ന് 5 പ്രാവശ്യം, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 1:14 നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുമ്പോൾ, 1-ാം അധ്യായം 14-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്,
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുകയാണ്, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു എന്താ പറയുക, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ, പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ എന്നാണ്, ഏകജാതനല്ല എന്നുള്ള രീതിയിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് അവിടെ പറയുന്നു. അങ്ങനെ മാത്രമേ, അവിടെ ഒരു സംശയ രീതിയിലാണ് ആ വാക്യം അവിടെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഇനി 1:18 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ വായിക്കുമ്പോ 3:16 നമ്മൾ വായിക്കുന്നു, 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യത്തിൽ കാണുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ലോകത്തിന്റെ ജ്ഞാനവും അതായത് അനിൽക്കുടിത്തോട്ടം പാസ്റ്ററിന്റെ തിയോളജിയും ഒക്കെ തരുമ്പോ എന്താണ്, രണ്ടാമത്തെ ആളാണ് വന്നിരിക്കുന്നെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമായ സത്യമാണ് എന്നുള്ള കാര്യമാണ്, അല്ലെ? 1 യോഹന്നാൻ 4:9 നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 4:9 നമ്മൾ കാണുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആദ്യജാതൻ എന്ന് എന്താണ് 4 പ്രാവശ്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? 4 പ്രാവശ്യം കാണുന്നു. ഇനി റോമർക്ക് എഴുതിയ ലേഖനം 8:29 നമ്മൾ വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. റോമർ 8:29 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു, അല്ലെ? രണ്ടാമത്തെ വ്യക്തി അതിനുവേണ്ടി മുൻ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇനി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:15 നമ്മൾ വായിക്കുമ്പോൾ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അവിടെയാണ് പ്രശ്നം വരുന്നത്, അല്ലെ? ഇത് രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:15 വന്നപ്പോൾ അദ്ദേഹം തന്റെ അർത്ഥത്തിൽ പറയുകയാണ്, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് യേശുക്രിസ്തു, സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതെങ്ങനെയാ, ഈ രണ്ടാമത്തെ വ്യക്തി എങ്ങനെയാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാകുന്നത്, അല്ലെ? എന്റെ കൂടെ മറ്റൊരു വ്യക്തി ഇരിപ്പുണ്ട്, ആ വ്യക്തിയെ പറ്റി ഞാൻ പറയുകയാണ് അത് എന്റെ എന്താണ് പ്രതിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു വിരോധാഭാസമാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇരുന്നല്ലേ, എന്ത് മണ്ടത്തരമാണ് ഞാൻ പറയുന്നത്. ഞാൻ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്, അല്ലെ? ഞാൻ പറയുകയാണ് എന്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തി ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു വ്യക്തി അപ്പുറത്തിരിപ്പുണ്ട്, അത് എന്റെ എന്താണ് പ്രതിമയാണ് എന്ന് അവിടെ പറയാം. അത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, അല്ലെ? എന്റെ പ്രതിമയാണ് അപ്പുറത്തിരിക്കുന്നത്, നിഴലാണ് എന്നുള്ള അർത്ഥത്തിലും നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ നിഴൽ എങ്ങനെയാണ് രണ്ടാമത്തെ വ്യക്തിയാകുന്നത്? നിഴലും രണ്ടാമത്തെ വ്യക്തിയാകത്തില്ല. ഒരു വ്യക്തി ഉണ്ടെങ്കിലേ രണ്ടാമതൊരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോ പിന്നെ എങ്ങനെയാണ് അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർക്ക് പറയാൻ കഴിയും ഇത് രണ്ടാമത്തെ വ്യക്തിയാണെന്ന്, ഇത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചിരിക്കുന്നത്. ഇനി 1:18 ഞാൻ വായിക്കാം. 1:18 പറയുന്നു, അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയാകുന്നു, സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അപ്പോ അതിനെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട്, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെ? അവിടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മൾ ആദ്യം വായിച്ച
അല്ലെ? ആദ്യം വായിച്ച വാക്യത്തിൽ 1:15 നമ്മൾ വായിച്ച എന്താണ്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന് പറഞ്ഞു. പ്രതിമയാണെന്ന് പറഞ്ഞ സർവ്വ സൃഷ്ടിക്ക് ആദ്യ ജാതനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലും ഉൾക്കൊള്ളുവാൻ അനിൽക്കൊടുത്തോടെ പാസ്റ്റർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. എന്താണ് ഈ ആദ്യജാതൻ എന്നുള്ള പ്രയോഗം? ആദ്യജാതൻ എന്ന പ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? വെളിപ്പാട് പുസ്തകം 1:5 കൂടി നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് 1:5 പറഞ്ഞിരിക്കുന്ന കാര്യവും, അതായത് ഏകജാതൻ എന്ന് പറയുമ്പോൾ സഹോദരനില്ലാത്തവൻ അഥവാ ഒറ്റപുത്രൻ എന്ന അർത്ഥത്തിലാണ്, അല്ലെ? ഒറ്റപുത്രൻ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ആദിജാതൻ എന്നാൽ ആദ്യത്തെ പുത്രൻ അഥവാ മക്കളിൽ മൂത്ത പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ആണെങ്കിൽ ക്രിസ്തുവിനെ എങ്ങനെ ദൈവത്തിന്റെ ഏകപുത്രനും മൂത്ത പുത്രനും ഒരുപോലെ ആകാൻ കഴിയും? ഒരു മകനും അപ്പന്റെ ഏകജാതനും ആദിജാതനും ഒരുപോലെ ആയിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കഴിയുകയില്ല. എന്നാൽ ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനും ആദിജാതനുമാണ് എന്നാണ് അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അവിടെ തന്നെ നമുക്കിപ്പോ വെളിപ്പാട്ടിൽ വായിച്ച വാക്യത്തിൽ പറയുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ വ്യക്തിത്വത്തെ കുറിച്ച് അവിടെ പറയുന്നതേ ഇല്ല. അങ്ങനെ ഒരു വ്യക്തിയാക്കുവാനായിട്ട് അപ്പോസ്തലന്മാര് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് എന്താ പറഞ്ഞത്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന് പറഞ്ഞത്. ഇവിടെ പറയുന്നത് എന്താണ്? ഏകജാതനാണ്. എന്തുകൊണ്ട് അവൻ ഏകജാതനാകുന്നു എന്നുള്ളതിന്റെ ചിന്ത വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറയുന്ന ആദിജാതൻ. അപ്പൊ ഇത് രണ്ടും കൂടി ഒരാൾക്ക് പറ്റുമോ? ഒരേ സമയം ഏകജാതനായിരിക്കാനും ആദിജാതനായിരിക്കാനും കഴിയുന്നത് എന്തുകൊണ്ട്? അതാണ് ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് മറിയത്തിന്റെ മകനായിട്ടാണ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതമായ വിശുദ്ധ പ്രജ എന്നാണ് അവനെ കുറിച്ച് പറയുന്നത്, അല്ലെ? അപ്പം യെശയ്യാവിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യെശയ്യായിൽ നിന്നൊരു വേര് പുറപ്പെടും, അല്ലെ? അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് അവനിൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണ്. ആ പദ്ധതികളിൽ 3 പദ്ധതികൾ അവിടെ നടക്കുന്നു. ഒന്ന് എന്താണ്? പിതാവായ ദൈവത്തിന് 2 പദ്ധതികൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്, അല്ലെ? അവൻ സകല ജഡങ്ങളുടെ ഉടയവനായിരിക്കുന്നതോടെ തന്നെ അവൻ എന്താണ്? വീണ്ടെടുപ്പുകാരനാണ്, അല്ലെ? വീണ്ടെടുപ്പിന്റെ ഒരു ധർമ്മം കൂടി തനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് താൻ ഏകജാതനായി വെളിപ്പെട്ടത്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ തന്നെ ആദിജാതൻ എന്ന് പറയുമ്പോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആദ്യം ജനിച്ചു എന്നുള്ള അർത്ഥത്തിൽ ആണോ ആദിജാതൻ എന്ന് പറയുന്നത്? അല്ല, ഒരിക്കലുമല്ല. ആദ്യം ജനിച്ചവൻ എന്ന അർത്ഥത്തിലല്ല. ദൈവത്തിന് ജനനമില്ല, മരണമില്ല. അത് അവിടെ ചിന്തിക്കേണ്ട ഒരു ഫാക്ടറാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വചനവിരുദ്ധം, ജ്ഞാനമാകുന്നവൾ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീയാണ് എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതൊരു ചെറിയ പരാമർശം പോലെ അദ്ദേഹം അവിടെ പറയുന്നെങ്കിൽ അത് കൂടുതലായിട്ട് അവിടെ വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ജ്ഞാനം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വ്യക്തിയാണ്, അല്ലെ? അപ്പൊ എന്റെ ജ്ഞാനം, ഇപ്പൊ ഞാനൊരു വ്യക്തി ഇവിടെ ഇരിക്കുന്നു, എന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്റെ ബ്രെയിനിൽ എനിക്കുണ്ടാകുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അത് എന്റെ സ്വന്തമാണ്. അത് മറ്റൊരാളുടെ ആണ്, അല്ലെങ്കിൽ ആ ജ്ഞാനം മറ്റൊരു വ്യക്തിയാണെന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? നിങ്ങൾ തന്നെ ചിന്തിക്കണം. ജ്ഞാനത്തെ കുറിച്ച് ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായി അതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടും. ജ്ഞാനം എന്താണ്? ആ ജ്ഞാനത്തെ കുറിച്ച് സദൃശവാക്യങ്ങളിലാണ് ജ്ഞാനമായിരുന്നവൾ, അല്ലെ? ആ ഒരു ഭാഗം ഞാൻ പിന്നീട് എടുക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം പറയുന്നു ഈ പറയുന്ന വചനം രണ്ടാമത്തെ വ്യക്തിയാണ്.
അല്ലേ? അവിടെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത് എന്താണ്? അത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, രണ്ടാമത്തെ വ്യക്തിയൊന്നും ആണെന്ന് ആര് പഠിപ്പിച്ചില്ല? അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചിട്ടില്ല. അപ്പം ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഏത് ജ്ഞാനമാണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തിയോളജിയാണ്. കാരണം ലോകത്തിന്റെ ജ്ഞാനം, ഈ ലോകത്തിന്റെ ജ്ഞാനം എന്താണ്? ദൈവത്തിന്റെ മുമ്പില് പോഷ്കാണ്. അതാണ് അദ്ദേഹം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ്. എന്തെല്ലാം വിരോധാഭാസങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തെ ഉയർത്തി ഒരുപാട് കമന്റുകൾ ഇട്ടേക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ദൈവവചനത്തിൽ അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അല്ലേ? ഞാനും പിതാവ് ഒന്നാകുന്നെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ തൃത്തക്കാർ പറയുന്നത് എന്താണ്? ഒന്നാകുന്നു പറഞ്ഞാല് അത് സ്നേഹത്തിൽ ഒരുമപ്പെട്ടിരിക്കുന്നതാണ് ഒന്നാകുന്നു എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹത്തിൽ ഒരുമപ്പെട്ടിരിക്കുന്ന ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ എന്ത്, അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി മാറുന്നത്? അല്ലേ? അതൊരു ചോദ്യമാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്തുകൊണ്ടാകുന്നു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്തുകൊണ്ടാകുന്നു? കാരണം രണ്ടാമത്തെ വ്യക്തിത്വമാണെങ്കിൽ അത് രണ്ടാമത്തെ, അല്ലെ, പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ട് എന്ന് പറയുന്ന നിഖ്യ പോലെ, അതായത് പിതാവും കൊണ്ട് പുത്രനും കൊണ്ട് പരിശുദ്ധാത്മാവുണ്ട്, മൂന്ന് വ്യക്തികളെ ആരാധിച്ച് സ്തുതിച്ച് വരുമ്പോഴാണ് ഇതിനൊരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് വചനവിരുദ്ധമല്ലേ? കാരണം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ പിന്നെ ഏത് തിയോളജിയാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലായി കാണും, എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അതിന്റെ അടുത്ത ഭാഗം ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.